പിണറായി വിജയൻ്റെ ഭരണവിരുദ്ധത സന്ദേശമായി എല്ലാ ജനങ്ങളിലേക്കും ജനവിഭാഗങ്ങളിലേക്കും എത്തിക്കാൻ കഴിഞ്ഞാൽ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF ആധികാരികമായ ജയമുണ്ടാകും. പക്ഷേ അവിടെയും തമ്മിൽ തല്ല് അതിരൂക്ഷമാകുന്നു. UDF യുവ നേതാക്കൾക്കിടയിലെ തമ്മിൽ തല്ല് അസ്വാരസ്യമായി ഉടലെടുത്തിരിക്കുകയാണ്. അതിൽ എടുത്തു പറയേണ്ടത് ചാണ്ടി ഉമ്മൻ്റെ വിഷയം തന്നെയാണ്. ചാണ്ടി ഉമ്മനെ പാലക്കാട് ഒരു രീതിയിൽ ഔദ്യോഗിക ചുമതല നൽകിയില്ല എന്ന് പറഞ്ഞ് നേതൃത്വത്തിനെതിരെ പൊട്ടിത്തെറിച്ചു. ചാണ്ടി ഉമ്മനെ ന്യായീകരിച്ചുകൊണ്ടിരുന്ന നിരവധി നേതാക്കളുണ്ട്. ലോക്കൽ നേതാക്കൾ, JS അഖിൽ എന്നൊക്കെ പറയുന്ന ലോക്കൽ ലീഡേഴ്സ് ഉണ്ട്. ഇവരെയൊക്കെ ഇവിടെ ഹൈപ്പ് ചെയ്ത് എടുക്കാൻ വേണ്ടി ചാണ്ടി ഉമ്മനും അതുപോലെ കുറേ കോൺഗ്രസ്സിലെ കള്ളനാണയങ്ങളും പല കളികളും കളിക്കുന്നുണ്ട്. വാസ്തവത്തിൽ ചാണ്ടി ഉമ്മൻ തന്നെയാണ് ഇങ്ങനെയുള്ള പുഴുക്കുത്തുകളെ വളം വെച്ച് കോൺഗ്രസ്സിനെ ഇല്ലാതാക്കുന്നത്. കഴക്കൂട്ടത്ത് കോൺഗ്രസ് 3-ാം സ്ഥാനത്താണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CA ലാലിനെ തകർക്കാൻ JS അഖിലായിരുന്നു വൻ പ്ലാനിട്ടത്. അതായത് കോൺഗ്രസിൻ്റെ കുലംകുത്തിയാണ് JS അഖിൽ. JS അഖിൽ മാത്രമല്ല, പല പുതുമുഖങ്ങളായി ഉയർന്നു വരുന്നവരുടെയും ആഗ്രഹം കോൺഗ്രസിൻ്റെ കെട്ടുറപ്പിനെ തല്ലി തകർത്താൽ തങ്ങൾക്ക് ഇമേജ് വർദ്ധിപ്പിക്കാൻ കഴിയും എന്നൊക്കെയാണ്. അതിൻ്റെ ഭാഗമായാണ് പല കളികളും കളിക്കുന്നത്. ഇതിൽ ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്ന ഒരു പ്രധാന നീക്കം എന്നത് K. മുരളീധരൻ പറഞ്ഞ വാക്കുകൾ തന്നെയാണ്. K. മുരളീധരൻ പറഞ്ഞു, പുനഃസംഘടന എന്നത് നേതൃത്വത്തിന് ആവശ്യമുള്ള കാര്യമാണെന്ന് തോന്നുന്നില്ല. എന്നാൽ താഴെത്തട്ടിൽ, പ്രത്യേകിച്ച് തൃശ്ശൂർ DCCയിലും അതുപോലെ പല ജില്ലകളിലും പുനഃസംഘടന ആവശ്യമാണ്. VK ശ്രീകണ്ഠൻ കൃത്യമായി പറഞ്ഞു, തനിക്ക് കേരളത്തിലുള്ള ചുമതലകൾ ഒഴിവാക്കണം. കാരണം MP എന്ന രീതിയിൽ കൂടുതൽ കാര്യങ്ങളിൽ ഇടപെടേണ്ടതുണ്ട്. അതുപോലെ തന്നെ നിരവധിയായ നേതാക്കൾ കേരളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വെറുതെ നടക്കുന്നു സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി. അവർ പ്രവർത്തിക്കുന്നില്ല. അവർ പ്രവർത്തിക്കുന്നു എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് വാസ്തവത്തിൽ അവർ ചെയ്യുന്നത് കോൺഗ്രസ് വിരുദ്ധതയാണ്. കേരളത്തിൽ 140 നിയോജക മണ്ഡലങ്ങളിൽ ഏറ്റവും കൂടുതൽ സീറ്റിൽ മത്സരിക്കുന്ന പൊളിറ്റിക്കൽ പാർട്ടി കോൺഗ്രസ്സാണ്. 95 സീറ്റോളമാണ് അവർ മത്സരിക്കുന്നത്. എന്നാൽ റിസൾട്ട് വരുമ്പോൾ 20 22 സീറ്റാണ് കഴിഞ്ഞ 2 ടേമിലും 2016 2021 ലഭ്യമായത്. സ്ട്രൈക്ക് റേറ്റ് ഇത്രയും കുറവായത് തന്നെയാണ് അവർക്ക് കേരളത്തിൽ അധികാരത്തിലേക്ക് വരാൻ കഴിയാത്തത്. 2011 പോലും കോൺഗ്രസിന് 38 സീറ്റ്, അതായത് CPM താഴെയായിരുന്നു. കോൺഗ്രസിൻ്റെ 38 സീറ്റും ലീഗിൻ്റെ 20-ഉം KM മാണിയുടെ വിഭാഗത്തിൻ്റെ 9 സീറ്റും പിന്നെ ചെറുകക്ഷികളുടെ ഓരോ സീറ്റുകൾ, അങ്ങനെയായിരുന്നു 72 എന്ന മാജിക് ഫിഗറിലേക്ക് എത്തിയത്. കോൺഗ്രസ്സിന് 95-ൽ 50-ഓ 50-ന് മുകളിലോ സീറ്റ് കിട്ടിയാൽ മാത്രമേ കോൺഗ്രസ്സിന് UDFൽ വ്യക്തമായൊരു മേൽക്കൈ ഉണ്ടാവുകയുള്ളൂ. അവർക്ക് ആധിപത്യം നിലനിർത്താൻ പറ്റൂ. ചുരുങ്ങിയ പക്ഷം 40-ൽ കൂടുതൽ സീറ്റെങ്കിലും ജയിച്ചെടുക്കേണ്ടതിൻ്റെ അനിവാര്യതയുണ്ട്. എന്നാൽ മാത്രമേ കൃത്യമായും കോൺഗ്രസ്സിന് സംസ്ഥാന തലത്തിൽ അധികാരത്തിലേക്ക് എത്താൻ കഴിയുകയുള്ളൂ.